അയ്യോ, ഇത് ശരിക്കും നമ്മുടെ നാട്ടില് പൂരത്തിനും വെടിക്കെട്ടിനൊക്കെ പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നാട്ടിലെത്തിയ പോലെ ഒരു ഫീൽ ആയിരുന്നു. ഹായ്, ഇന്നിവിടെ ഇൻഡിപെൻഡൻസ് ഡേ ഫയർ വർക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. അല്ല എത്ര കൂട്ടാ? എവിടെ പോവാണ് നമ്മള്? 23 Park. നോ, 16 Street Park. 63 Park. എന്ത് കാണാൻ പോവാണ്? Fireworks. ഫയർ വർക്സ് കാണാൻ പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പാർക്കിലേക്ക്. നമുക്കിപ്പോ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരിക്കും അവിടെ. അപ്പൊ കാറിൽ പോകാൻ പറ്റില്ല. അപ്പൊ നടന്ന് തന്നെ പോണം. അപ്പൊ നമുക്ക് നടന്ന് പോവാം. കണ്ടില്ലേ, ഇപ്പൊ സമയം കണ്ട എത്ര മണിയാന്ന് തോന്നും? Good baby. ഇവിടെ സമയം ഇപ്പോ 7 മണിയാണ് കേട്ടോ. പക്ഷെ ഇതാ കണ്ടില്ലേ, സൺ കണ്ടില്ലേ? ഇവിടെ ഇരുട്ടുമ്പോ ഒരു 9 മണിയൊക്കെ ആവും. 9 മണിക്കാണ് ഫയർ വർക്സ്. അതിനു മുന്നേ കുട്ടികൾക്ക് കുറച്ച് ഗെയിം കാര്യങ്ങള് പിന്നെ ഫുഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം, എന്താ ഉള്ളത് നോക്കാം. എന്താ കുട്ട, ആംബുലൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് പോയി നോക്കാം എന്താ ഉള്ളത്. ഇവിടന്നേ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. സ്ട്രീറ്റ് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, വണ്ടിയൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പൊ ആളുകളൊക്കെ വന്നോണ്ടേ ഇരിക്കുന്നുള്ളൂ. മോസ്റ്റ്ലി ഫയർ വർക്സ് ടൈം ആവുമ്പോഴേക്കാണ് എല്ലാരും വരിക. ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ ഇരുന്നാലാണ് നമുക്ക് ഫയർ വർക്സ് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്തായാലും താഴെ പോയി നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ പൂരത്തിനും വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് നമ്മൾ പോവാറില്ലേ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ പൂരത്തിനൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവില്ലേ, നിറയെ ബലൂൺസും ടോയ്സും കുപ്പിവളകളും മാലകളൊക്കെ ആയിട്ട്. അതുപോലെ തോന്നിട്ടോ എനിക്ക് ഈ കടകളൊക്കെ കണ്ടപ്പോ. ഇപ്പൊ കറന്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലബൂബു ടോയ്സും കീ ചെയിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആളുകളെല്ലാം നേരത്തെ തന്നെ വന്ന് മൈതാനത്ത് സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഫുഡാണല്ലോ വേണ്ടത്. ഫുഡ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫുഡ് ട്രക്കും ഐസ്ക്രീം ട്രക്കും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് മേടിക്കാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫയർ വർക്സിന് മുന്നേ ഫുഡ് മേടിക്കാൻ പറ്റുമോ എന്നായിരുന്നു ഞങ്ങളുടെ സംശയം. കുട്ടികൾക്ക് കളിക്കാൻ ഇതുപോലൊരു ബൗൺസിങ് സെറ്റപ്പും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളിൽ കോമൺ ആയിട്ട് ഇവിടെ ഇതുപോലുള്ള ഒരു ബയോ ഫ്രണ്ട്ലി ടോയ്ലറ്റുകളാണ് കാണാൻ പറ്റാറ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കായി. ഇനിയിപ്പോ ഫുഡ് മേടിക്കാൻ നിന്നാ ഫയർ വർക്സ് മിസ് ആവും തോന്നിയപ്പോ ഞങ്ങളുടെ ഡിന്നർ ഞങ്ങളൊരു ഹോട്ട് ഡോഗിൽ ഒതുക്കി. എന്താ കഴിക്കണേ? ഹോട്ട് ഡോഗ് കഴിക്കണോ? ഹോട്ട് ഡോഗ് ഹോട്ട് ഡോഗ് ഒക്കെ മേടിച്ചു വന്നപ്പോഴേക്കും സമയം 8:30 ആയി.
9:15 ഫയർ വർക്ക്സ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ പോയി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കാനുള്ള ചെയറും അതുപോലെ അവിടെ വിരിക്കാനുള്ള ഒരു ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വിരിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാം എന്നാണ് പ്ലാന്. ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. US നാഷണൽ ആന്തം പാടി കൃത്യം 9:15 ഫയർ വർക്ക്സ് ആരംഭിച്ചു. ഇവിടെ ഇങ്ങനെ മൈതാനത്തൊക്കെ ഇരുന്ന് ഫയർ വർക്ക്സ് കാണുമ്പോൾ എന്താ രസം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൂരത്തിന്റെ വെടിക്കെട്ടൊക്കെ കാണാൻ പോയ പോലെ എവിടേക്കോ ചെറുതായിട്ട് അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ July 4 അല്ലെങ്കിൽ ന്യൂ ഇയർ ടൈം ഒക്കെ ഇങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമുക്ക് ഇതുപോലെ വിഷുവിനോ ദീപാവലിക്കൊന്നും നമുക്കിങ്ങനെ പടക്കം പൊട്ടിക്കാനൊന്നും ശരിക്കും ഇവിടെ അനുവാദം ഇല്ല. അപ്പൊ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അങ്ങനെ അധികം ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയേ കാണാൻ പറ്റുള്ളൂ. ദേവൂട്ടന് ഇതൊക്കെ കണ്ട് പേടിക്കുമെന്നായിരുന്നു പിന്നെ ഒരു ടെൻഷൻ. പക്ഷെ അവൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസത്തിൽ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കലാശക്കൊട്ടായി. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അമേരിക്കയിലെ പൂരം. നാട്ടിലെ പൂരമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് കേട്ടോ. നമ്മളിങ്ങനെ നാടൊക്കെ വിട്ടു നിൽക്കുമ്പോ ഇതൊക്കെ നമുക്കൊരു പൂരം തന്നെ. ഇനിയിപ്പോ തിരിച്ചു പോവായി എല്ലാരും കൂടി. അപ്പൊ ഈ ഒരു വീഡിയോയും ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.